do you think I am? Beggar who lives on charity? I am not what you think I am. എനിക്ക് ജോലിയില്ല. True. So bloody what? ഞാൻ നിന്നെ ഡിപ്പെൻഡ് ചെയ്യണോ? Never will I do that. എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നീ പറയില്ല. But that's what you have in mind. See? What I said is true. That's why you're keeping silent. ഞാൻ മിണ്ടിയാലും കുറ്റം, മിണ്ടിയില്ലെങ്കിലും കുറ്റം. എന്താ രാജേട്ടാ ഇത്? ഈശ്വരനെ ഓർത്ത്. Shut your bloody mouth. Shut up, I said. The only blunder I committed in my life, ninne marry either. Nothing but that. You are the bloody limit. പത്തര കഴിഞ്ഞല്ലോ തുളസി. ഞാൻ ലീവ് എടുത്തോളാം. എന്നാലും 5 മണിവരെ ഞാനൊന്നിവിടെ ഇരുന്നോട്ടെ ചേച്ചി. ലീവ് എടുക്കൊന്നും വേണ്ട. കുട്ടിയുടെ പ്രയാസങ്ങൾ എനിക്കും അറിയാം. എന്നാലും എന്നും ഇങ്ങനെ ലേറ്റ് ആകാന്ന് വെച്ചാല് മറ്റുള്ളവരുടെ അടുത്തും ഞാൻ ഇതുപോലെ കണ്ടില്ലെന്ന് വെക്കേണ്ടി വരില്ലേ? അതുകൊണ്ടാ. വേണമെന്ന് വെച്ചിട്ടല്ല ചേച്ചി ലേറ്റ് ആവണേ. എനിക്കറിയാം. സാരമില്ല, ഒപ്പിട്ടിട്ട് പോയി ജോലി ചെയ്തോളൂ. ഒരു മിനിറ്റ്. ഇത്ര നേരം കാണാഞ്ഞപ്പോ തുളസി ലീവായിരിക്കുന്ന കരുതിയേ. കുറച്ച് അർജന്റ് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞേ. ടൈപ്പ് ഷോട്ടൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ചെയ്തോളാന്ന് അങ്ങോട്ട് പറയായിരുന്നു. ഡിപ്പോയിലെ പോലെ അല്ല ഇവിടെ. എനിക്കൊരു ഭാവി ഉണ്ടായെന്ന് വെച്ചാൽ അത് ഇവിടെ തന്നെ ഉണ്ടാവണം. അതെനിക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് എന്ത് ജോലി ചെയ്യാനും എനിക്ക് യാതൊരു മടിയില്ല. ഇരിക്കും. ഇത്ര പതുക്കെ നടന്നാലേ ഉണ്ണി എപ്പോഴാ ലോഡ്ജിലെത്തുക? ധൃതിയൊന്നും ഇല്ലല്ലോ എന്ന് കരുതിയാ. എവിടെ കൂട്ടുകാരൻ? ആര്? ഗോപിയോ? മൂപ്പറ കൂടെ നടന്നാൽ നല്ല കാര്യമായി. ഓടണം ഒപ്പത്താൻ. എനിക്കെങ്ങനെ വെച്ചാൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ നടക്കണം. അതാ ഇഷ്ടം. ഞങ്ങളുടെ നാട്ടിലില്ലല്ലോ ഇതൊന്നും. എവിടെയാ ഉണ്ണിയുടെ വീട്? തൃത്താലയില്. കല്ലാട്ട് വീടെന്ന് പറഞ്ഞാൽ ആരും അറിയും. അവിടെ ആരൊക്കെയുണ്ട് വീട്ടില്? അവിടെ അമ്മ, ചെറിയമ്മ, ചെറിയച്ഛൻ പട്ടാളത്തിലാ. ഇടയ്ക്കൊക്കെ വരും. ചെറിയമ്മയ്ക്ക് കുട്ടികളില്ല. പിന്നെ മുത്തശ്ശി. അപ്പൊ ഉണ്ണിയുടെ അച്ഛനോ? അച്ഛൻ മരിച്ചു. ഞാനന്ന് ചെറിയ കുട്ടിയായിരുന്നു. അപ്പൊ ഉണ്ണിക്ക് ഏട്ടന്മാരും പെങ്ങന്മാരും ആരും ഇല്ല? അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും മുത്തശ്ശിക്കും എല്ലാവരും കൂടെ ഞാനേ ഉള്ളൂ. എല്ലാവരുടെയും ഉണ്ണിയായിട്ടല്ലേ? ചെറിയമ്മയും മുത്തശ്ശിയും ഉണ്ണിന്നാ വിളിക്ക. അമ്മ അച്ചുന്നു. അത് ശരി. അപ്പൊ അമ്മയുടെ അച്ചുവും പിന്നെയുള്ളവരുടെ ഉണ്ണിയും കൂടെ ചേർന്ന അച്യുതനുണ്ണിയായി? അച്ഛനിട്ട പേരേ അച്ഛനുണ്ണിന്ന. എനിക്കിവിടെ നിന്നാ ബസ് കിട്ടും. ഞാൻ നടന്നിട്ടാ ലോഡ്ജ് വരെ. ഭർത്താനം പറഞ്ഞ് നടന്നപ്പോ ഇവിടത്തെ അറിഞ്ഞില്ല. ശരി. ശരി. ആദ്യത്തെ ചാടിക്കലും ബഹളവും കണ്ടപ്പോ ഞാൻ കരുതിയേ അവരൊരു മനുഷ്യപ്പറ്റില്ലാത്ത എനവന്ന. എന്നിട്ട് ഇപ്പോഴോ? അങ്ങനൊന്നും അല്ലെന്നേ. അവര് നല്ല കൂട്ടത്തിൽപ്പെട്ടതാ. അതിപ്പോ ഉണ്ണിക്ക് എങ്ങനെ അറിയാം? സംസാരം പെരുമാറ്റം കണ്ടറിഞ്ഞൂടെ? അങ്ങനെ അറിയത്തക്ക വിധത്തിലുള്ള സംസാരവും പെരുമാറ്റവും ഒന്നും ഞങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കണ്ടോ ഓഫീസറെ? ഇല്ല ഇല്ല ഇല്ല. ഇന്നിപ്പോ തന്നെ ആഫീസ് ഇട്ട് വരുമ്പം അവരെന്നോട് എന്തൊക്കെയാ ചോദിച്ചേ? എവിടെയാ വീട്? വീട്ടിലാരൊക്കെയുണ്ട്? ഒറ്റ മോനാണോ?
ആ വെറും ഭംഗിക്ക് വേണ്ടി ചോദിക്കല്ല, അത് കേട്ടാ അറിയാം. പിന്നെ അതെ, നമ്മളിപ്പോ അറിയണം എന്ന് വെച്ചിട്ട് ചോദിക്കില്ലേ, അതുമാതിരിയാ. ഉണ്ണിയേ, അച്യുതനുണ്ണിയേ, അതൊരു ലൈൻ ആണല്ലോടാ മോനെ. വേണ്ടാതിനും പറയേ, വേണ്ട കേട്ടോ ഗോപിയെ. അതെ, നിങ്ങൾ അവിടെ എന്തോടുക്കുക? നേരം എത്രയെന്നാ വിചാരം? ഈ പാതിര വരെ വെച്ച് കാത്തിരിക്കാൻ എന്നെ കൊണ്ട് മേല. എനിക്കങ്ങ് കിടക്കണം. മനുഷ്യരൊന്നും നടു നിവർത്തി ഉറക്കം പിടിച്ചു തുടങ്ങുമ്പോഴേക്കും ഒന്ന് കയറും. എന്തുവാ തോമാസ ഇത്? ചേർത്തേറെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താവോ? തെറ്റല്ലേ അത്? അല്ല അല്ലേ, ഇന്നിവിടെ വെറും പച്ചയായ സ്ഥിതിക്ക് ഞാൻ എന്തിനാ ഈ പാതിരാത്രി വരെ ഇവിടെ കുത്തിയിരിക്കുന്നത്? ഒരു കാര്യമില്ല. എങ്കി പോവോ ഒറ്റ ചെയ്യാം. എന്താ ഉണ്ണി സാറേ? ചേർത്തേരെ, അയ്യോ കുടുംബം കലക്കല്ലേ. തോമാസ് ഒരു പാവാണ് കേട്ടാ. ദേഹോപദ്രവം ഒന്നും ഏൽപ്പിച്ചോളരുത്. ഇന്നെന്റെ പിറന്നാളാ. കൊള്ളാലോ. താങ്ക് യു ആൻഡ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. എന്റെ ബർത്ത്ഡേ ആണ്, അല്പം മധുരം കഴിക്കും. ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാകുമ്പോഴെങ്കിലും ഒന്ന് നന്നായി ചിരിച്ചൂടെ? ഒന്നാം തരം ലഡുവാണ്, സ്പെഷ്യലായിട്ട് പറഞ്ഞുണ്ടാക്കിച്ചതാ. ഒരു സാമാന്യ മര്യാദയുടെ പേരിലെങ്കിലും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞൂടെ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇനി ആ ചിരി മായുന്നതിന് മുമ്പ് ആ മാറ്റം കഴിച്ചു. സ്റ്റൈലും ലഡു കേട്ടോ. എടാ കഴിവേറടാ മോനെ, ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുമ്പോ അറ്റ്ലീസ്റ്റ് ഇന്ന് രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോഴെങ്കിലും നിനക്കൊരു വാക്കിനോട് പറയാൻ പറ്റില്ല. നിനച്ചിരിക്കാതെ വന്നു ചേർന്നിടും അത്ഭുതങ്ങളല്ലയോ സുഖകരം. താങ്ക്സ്. താങ്ക് യു. 2 താങ്ക്സ്. രമേട്ടാ, എന്റെ പിറന്നാളാണ്. ഉണ്ണിയുടെ പിറന്നാളാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും സമ്മാനം വാങ്ങിക്കായിരുന്നു. അതിന്റെ ഒക്കെ ഒരു ആവശ്യം. എന്നാലും ഏതായാലും ബർത്ത്ഡേ ഒക്കെ അല്ലേ, നമുക്ക് ഓരോ കാപ്പി കുടിക്കാം. ആവല്ലോ. വരൂ. എന്താ വേണ്ടേ? എന്താ വേണ്ടേ? 2 കാപ്പി. എന്തെങ്കിലും കഴിക്കുകയും കൂടി ചെയ്യാം. എന്താണെന്ന് പറഞ്ഞോളൂ. നെയ്റോസ്റ്റ്, മസാല ദോശ, ഊത്തപ്പം, ലഡ്ഡു, ജിലേബി, മൈസൂർ പാക്ക്, പരിപ്പട, ഉഴുന്നോട, വാൽസൻ. എന്താ വേണ്ടേ? എന്താ വേണ്ടേ? ഉണ്ണിയുടെ ചോയ്സ് തന്നെ ആയിക്കോട്ടെ. അത് വേണ്ട. അത് എന്തെങ്കിലും തീരുമാനിക്കുക. അല്ലെ, അപ്പുറത്ത് ആളുകളുണ്ടേ. 2 നെയ്റോസ്റ്റ്. ഉണ്ണിക്ക് എത്ര വയസ്സുണ്ട്? സത്യം പറയണം. 31. അടുത്ത കുംഭം 15 തികയുള്ളൂ. അപ്പൊ നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ?
മീശയ്ക്ക് ഒരു ലേശം കൂടി കട്ടിയുണ്ടായിരുന്നെങ്കിൽ മുഖത്തിനൊരു ഗൗരവം ഉണ്ടായില്ലേ കേട്ടോ. വിലാസിനി ചേച്ചിയും പറയായിരുന്നു എപ്പോഴാണ് ഉണ്ണിയെ ഒരു കുംഭമീശയ്ക്ക് വെക്കാന്ന്. പക്ഷെ എന്താ ചെയ്യാ, ഇങ്ങനെയല്ലാണ്ട് വളരണ്ടേ. ഏയ്, ആരായി വിലാസിനി ചേച്ചി? എന്റെ അമ്മാവിന്റെ മോളാ. മുറപ്പെണ്ണല്ലേ? പെണ്ണെന്നെ, പക്ഷെ എന്നെക്കാൾ മൂത്തതാ. അമ്പലത്തിൽ പോകാനും പുഴയിൽ കുളിക്കാൻ പോകാനും ഒക്കെ ഞാനാ കൂട്ട്. എല്ലാറ്റിനും ഞാൻ വേണം. എനിക്ക് അങ്ങോട്ടും അങ്ങനെയായിരുന്നു കേട്ടോ. കൊച്ചുനാളില് ഞങ്ങള് കുട്ടികള് കല്യാണം കഴിച്ച് കളിക്കും. ഞാൻ എപ്പോഴും വിലാസിനി ചേച്ചിയുടെ കഴുത്തിലാ മാലയിടാ. വേറെ ആരെങ്കിലും മാലയിടാൻ തുടങ്ങിയാല് എനിക്ക് എന്ത് ദേഷ്യം വരുമെന്നോ. അന്നൊക്കെ ഞാൻ കരുതിയിരുന്നേ വലുതാവുമ്പോ ഞാനാവും വിലാസിനി ചേച്ചിയെ കല്യാണം കഴിക്കാൻ. ചേച്ചിക്കും എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എന്നിട്ട് ഉണ്ണിയുടെ വിലാസിനി ചേച്ചി ഇപ്പൊ എവിടെയാ? പുഴയിൽ ചാടി മരിച്ചു. ആരോ പഴപ്പിച്ചതാ. അതി പിന്നെ തെക്കിനി കിടക്കാൻ കൂടി എനിക്ക് പേടിയായിരുന്നു. എത്ര രാത്രിയാ കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞ്. എന്തു ഭംഗിയായിരുന്നോ വിലാസിനി ചേച്ചിയെ കാണാൻ. ഇതുപോലെ തന്നെ കണ്ണും മൂക്കും ചിരിയും വർത്തമാനം പോലും അതുപോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വ്യത്യാസം എന്ന് പറയാൻ ഒന്നേ ഉള്ളൂ, സാരിയല്ല മുണ്ട ചുറ്റുക. അടുത്ത് വരുമ്പോ നല്ല കാച്ചി എണ്ണയുടെ വാസനയാണ്. ഉണ്ണി ഒന്നും കഴിച്ചില്ലല്ലോ. വിലാസം ചേച്ചിയുടെ കാര്യം ഓർത്തപ്പോ ഒന്നും വേണ്ട. ഞാൻ കൊടുക്കാം. ഞാൻ കൊടുത്തോളാം, ഞാനല്ലേ വിളിച്ചത്. എന്നാലും എന്നാലും ഇല്ല, ഞാൻ കൊടുക്കും. എങ്ങനെയായി ബാക്കിയുടെ ഒരു പരിപാടി? അല്ല, ഇങ്ങോട്ട് തരാനുള്ളതാണെങ്കിൽ പിന്നെ ബാക്കി കൊണ്ടുവരാൻ നടക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. മണ്ട, മരമണ്ട, മണ്ട ശിരോമണി. എടോ, സത്യത്തിൽ താനല്ലേ അവരെ കാപ്പി കുടിക്കാൻ വിളിക്കേണ്ടിയിരുന്നത്. അതിനോ ധൈര്യം ഉണ്ടായില്ല. പോട്ടെ, ബില്ല് വരുമ്പോ ചാടി വീണ് പേ ചെയ്യണ്ടേ? അതിന് ഞാൻ ചെയ്യാൻ ഒരു സമ്മതിക്കാനല്ലേ. ഓ എന്റെ ഉണ്ണിയെ, തനിക്ക് എന്തിനാണോ ഈശ്വരൻ പുരുഷനായിട്ട് ജന്മം തന്നത്? നോക്ക്, ബില്ല് വരുന്നു, അവര് പേ ചെയ്യാൻ പോകുന്നു. താൻ അറിയാത്ത ഭാവത്തിൽ അവരുടെ കൈക്ക് മേലെ കൈവച്ചു. ഞാൻ പേ ചെയ്തോളാമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ പേ ചെയ്തോളാവുന്നവര്. അപ്പോ നോ, ഇറ്റ്സ് എ മാൻസ് വേൾഡ് മൈ ഡിയർ, ഐ വിൽ പേ ആൻഡ് ഐ മസ്റ്റ് പേ എന്നൊരു കാറ്റണ്ടേ? അതല്ലേ അതിന്റെ ലൈൻ. എനിക്ക് ഇതുവല്ലോ അറിയോ എന്റെ ഗോപിയെ? ഇനിയും കാപ്പ് കുടിക്കാൻ വിളിക്കുമ്പോഴാട്ടെ. ഓ എടോ, താൻ ഇവിടെ വന്നിട്ട് ഇത്രയല്ലേ ദിവസമായുള്ളൂ. ഞങ്ങളൊക്കെ അതിന് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നേ. ഞങ്ങളോട് ആരോടും അവർ ഇതുവരെ ഇങ്ങനെ പെരുമാറിയിട്ടില്ല. ഓ അറിയില്ല. ഇല്ല, ഞങ്ങളെ ആരെയും അവർ ഇതുവരെ കാപ്പി കുടിക്കാൻ വിളിച്ചിട്ടില്ല. കാപ്പി കുടിക്കാൻ വിളിച്ചിട്ടില്ല. എന്താ അതിന്റെ അർത്ഥം? എന്താ? തന്നോട് അവർക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ്. കണ്ടോ, അത് പറഞ്ഞപ്പോ ആ മുഖത്തിന്റെ ഒരു പ്രസാദം. ഈ ബർത്ത്ഡേയുടെ കാര്യം തന്നെ താൻ എന്നോട് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ നല്ല ഐറ്റംസ് ഞാൻ പറഞ്ഞു തരില്ലായിരുന്നു. അതിന്റെ ഇടയിൽ ഒരു ലഡ്ഡു കൊണ്ടുപോയി കലക്കി നശിപ്പിച്ച് നാണാണക്കല്ലിടിച്ചില്ലേ. എന്തായാലും ഇതൊരു ലൈനാണ്, വിടണ്ട. കാറ്റുള്ളപ്പോ തന്നെ തൂറ്റണം. ഇനിയെങ്കിലും
ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവുമ്പോ എന്താ വേണ്ടതെന്ന് എന്നോട് വന്ന് ഒരു ഉപദേശം ചോദിച്ചിട്ട് പോ എന്റെ പൊന്ന് തൃത്താലേ. നൊയമ്പ് പിടിച്ചാ പിന്നെ ഇറച്ചിയും മീനും പുരയ്ക്കകത്തോട്ട് കയറ്റാൻ അവള് സമ്മതിക്കുകയല്ല. അതുകൊണ്ട് കുറച്ച് പച്ചക്കറി വാങ്ങിക്കാൻ പോയതാ. എന്താ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? വല്ല പച്ച തൊടുന്ന കാര്യമായിട്ടാണോ? ഏയ്, കാറ് കൊണ്ടിട്ടുണ്ട്, എന്താ മഴ പെയ്യാത്തെന്ന് പറയായിരുന്നു അല്ലേ? ഉണ്ണി എങ്ങനെയാ? എല്ലാ ശനിയാഴ്ചയും വീട്ടിൽ പോവൂ? പിന്നെ അല്ലാണ്ട് ഒരു 3 മണിക്ക് പുറപ്പെട്ട വിളക്ക് വെച്ച് വരുമ്പോഴേക്കും അവിടെ എത്തും. ഒരു ശനിയാഴ്ച ചെന്നില്ലെങ്കിലോ? അയ്യോ, അവരെല്ലാം പരിഭ്രമിക്കില്ലേ? അല്ല, അറിയിച്ചിട്ടാണ് ചെല്ലാണ്ടിരിക്കണെങ്കിലോ? അറിയിച്ചിട്ടാണെച്ചാൽ എന്നുവെച്ചാൽ എന്താ പരിഭ്രമിക്കോ? അറിയിച്ചിട്ടാണെന്നുവെച്ചാൽ അത്ര പരിഭ്രമം ഉണ്ടാവില്ല. എന്താ ചോദിച്ചേ? ഒന്നുമില്ല, വെറുതെ. ഉണ്ണി, ഈ ഞായറാഴ്ച നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? രാഗത്തില് നല്ലൊരു പടവാ. ഈ ഞായറാഴ്ച? അതെ, സമയമുണ്ടല്ലോ. ഈ വീക്കെൻഡിൽ വരുന്നില്ലെന്ന് വീട്ടിലേക്ക് എഴുതിക്കോളൂ.